Hey everyone, welcome back to our discussion. നമുക്ക് ബാക്കിയുള്ള questions നോക്കാം. The character of Delia in Zora Neale Hurston's Sweat was influenced by Delia എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ ഏത് വർക്കിൽ നിന്നാണ് സോറ നീൽ ഹഴ്സ്റ്റിന്റെ സ്വെറ്റ് എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ള ഡെലിയ എന്ന് പറയുന്ന ക്യാരക്ടർ ആരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതായിരുന്നു? ഹർ റിലേഷൻഷിപ്പ് വിത്ത് എ പാട്രൺ, ഹർ മദർ, ഹർ ബെസ്റ്റ് ഫ്രണ്ട്, ഹർ ജോബ് ആസ് എ വെയിട്രസ്. സോ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ശരി ഉത്തരം ഏതാണ്? നിങ്ങളൊന്ന് പറയൂ. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ, അതോ ഹർ മദർ ആണോ, ഹർ ജോബ് ആസ് എ വെയിട്രസ് ആണോ? ശരി ഉത്തരം ഹർ റിലേഷൻഷിപ്പ് വിത്ത് എ പാട്രൺ, എ പാട്രൺ, ഒരു പാട്രണുമായിട്ട് ഉള്ള അവരുടെ റിലേഷൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡെലിയ എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ വരുന്നത്. ഓക്കെ, അടുത്തത് യൂസഫ് കമുനിയാക്കാസ് ബ്ലൂ ഡെമൻഷ്യ എന്ത് കൈൻഡ് ഓഫ് പോയട്രിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്? ഓക്കെ, ഒന്ന് ആൻസർ ചെയ്യൂ. പ്രൊട്ടസ്റ്റ് പോയട്രി, റൊമാൻറ്റിക് പോയട്രി, ലിറിക് പോയട്രി, ജാസ് പോയട്രി. ശരി ഉത്തരം ഏതാണ്? ജാസ് പോയട്രി ആണ്. ഓക്കെ, ബ്ലൂ ഡെമൻഷ്യ എന്ന് പറയുന്ന വർക്ക് ഇറ്റ്സ് വെരി ഫേമസ് ആൻഡ് ഇറ്റ്സ് റിട്ടൺ ബൈ യൂസഫ് കൊമന്യാക്ക. അദ്ദേഹത്തിന്റെ ജാസ് പോയട്രിയുടെ ഒരു എക്സാമ്പിൾ ആണ്, അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ആണിത് ആൻഡ് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ജാസ് പോയട്രി. അടുത്തത്, ഹു ഇൻട്രൊഡ്യൂസ് ദി ക്യാരക്ടർ ഓഫ് ദ ട്രാജിക് മുലാറ്റോ? ട്രാജിക് മുലാറ്റോ എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ആരുടെയാണ്? ലിഡിയ മെറിയ ചൈൽഡിന്റെയാണ്. ലിഡിയ മെറിയ ചൈൽഡിന്റെ ക്യാരക്ടറൈസേഷൻ ആണ് ട്രാജിക് മുലാറ്റോ എന്ന് പറയുന്നത്. ഷീ ഇൻട്രൊഡ്യൂസ് ദ ലിറ്റററി ക്യാരക്ടർ ദാറ്റ് വി കോൾ ട്രാജിക് മുലാറ്റോ. 2 ഷോർട്ട് സ്റ്റോറീസിലായിട്ടാണ് അവർ ചെയ്യുന്നത്, ലൈക്ക് ദ ക്വാഡ്രൂൺസ്, പിന്നെ സ്ലേവറി പെസന്റ് ഹോംസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാഡ്രൂൺസ് 1842 ആൻഡ് സ്ലേവറി പെസന്റ് ഹോംസ് എന്ന് പറയുന്നത് 1843, അടുത്ത വർഷം തന്നെ. അപ്പോൾ ഈ 2 വർക്കുകളിലായിട്ട് she portrayed this light-skinned women as the offspring of a white slaveholder and his black female slave. So ഇതാണ് നമ്മുടെ ആ ഒരു ട്രാജിക് മുലാറ്റോ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Let me remove the annotations. 64th one. The importance of Lucy Terry's Bar's Flight. Bar's Flight എന്ന് പറയുന്ന ആ വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The poet's form of rhymed tetrameter couplets, അതാണോ? അതോ the poem shows her future work as an advocate of civil rights, അതാണോ? Or the poem is filled with Christian symbolism, ഇതാണോ? അതോ പിന്നെ the poem is filled with Christian symbolism പറഞ്ഞു. The fact that the poem is the most accurate account of the 1742 Indian white engagement in Deerfield, Massachusetts. അപ്പോ ഇവിടെ എന്താണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ബൈ ദ വേ, ബാർസ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന വർക്ക് ലൂസി ചെറിയുടെ നേറ്റീവ് അമേരിക്കൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന 2 വൈറ്റ് ഫാമിലീസിന്റെ അറ്റാക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ദിസ് പോം ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് അക്കൗണ്ട് ഓഫ് ദി 1742 ഇന്ത്യൻ വൈറ്റ് എൻഗേജ്മെന്റ് ഇൻ ഡെയർഫീൽഡ്, മാസച്യൂസെറ്റ്സ്. ഓക്കെ, ഒരു 1746 ആക്ച്വലി ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു ഡെയർഫീൽഡിൽ വെച്ചിട്ട്. അപ്പോ ആ ഒരു ഇൻസിഡന്റിനെ ബാർസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. That was actually a colonial term for meadow. So അത് ആക്ച്വലി ഓറലി പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് ആയിരുന്നു. പിന്നീട് അത് പബ്ലിഷ് ചെയ്തത് 1855 ഓക്കെ, ആൻഡ് ഈ ഒരു സംഭവം അവർക്ക് കിട്ടുന്നത് ജോഷ്യ ഹിൽബർട്ട് ഹോളണ്ടിന്റെ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ മാസച്യൂസെറ്റ്സ് എന്ന് പറയുന്ന വർക്കിൽ നിന്നുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ബൈ എൻ ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാർസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത് ഒരു ബാലറ്റ് പോം ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, and it's about an attack upon 2 white families by Native Americans on August 21, 1746 ആണ് ഇയർ. ഓക്കെ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. That's all about this question. അടുത്തത്, according to Jacques Lacan, the mirror stage is the point at which a child dash refuses maternal bonds. പിന്നെന്താണ്? is able to separate the I from the other. അടുത്തത്, looks into the mirror for the first time, first engages with speech. ശരി ഉത്തരം എന്താണ്? That will be the stage where he will be able to separate the I from the other. I from the other. ഓക്കെ, അവിടെയാണ് ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നത്. അവിടെയാണ് കുട്ടിയെ ഈ ചൈൽഡ് അതറിൽ നിന്നും ഐയെ അവർ സെപ്പറേറ്റ് ചെയ്ത് അറിയുന്നത്. ഓക്കെ, അടുത്തത്, which of the following statements best explains Mikhail Bakhtin philosophy of language? ഞാൻ പറഞ്ഞു മിഖായിൽ ഭക്തനെ എവിടെ നോക്കിയാൽ മിഖായിൽ ഭക്തനാണ്.
അപ്പോൾ മിഖാൽ ഭക്തിന്റെ ഫിലോസഫി ഓഫ് ലാംഗ്വേജിനെ ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സുകളിൽ നിന്നും ചൂസ് ചെയ്യൂ. ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ സോഷ്യൽ ഡയലക്ട്സ് ആൻഡ് ജാർഗൻസ്. Language can include socio-ideological contradictions from past. Language exhibits and is bound up in the social lives and historical context of the people who speak it. Language is loaded with intentions of others. ശരി ഉത്തരം എന്താണ്? ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു? Exhibits and is bound up in the social lives and historical context of the people who speak it. ആരാണത് സംസാരിക്കുന്നത്? അവരുടെ സോഷ്യൽ ലൈഫ്സിലും അവരുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി ഒരു ലാംഗ്വേജിന്റെ ഫിലോസഫി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രോമ തിയറി പ്രൈമറിലി ഡെവലപ്ഡ് ഔട്ട് ഓഫ് ദ വർക്ക് ഓഫ് വിച്ച് സൈക്കോ അനാലിസ്റ്റ്? ഏത് സൈക്കോ അനാലിസ്റ്റിന്റെ വർക്കിൽ നിന്നുമാണ് ട്രോമ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്? ഏത് സൈക്കോ അനാലിസ്റ്റിന്റെ വർക്കിൽ നിന്നുമാണ്? നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. ആരുടെ വർക്കിൽ നിന്നാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വർക്കിൽ നിന്നുമാണ്. ഇദ്ദേഹത്തിന്റെ കുറച്ച് ട്രോമയെ കുറിച്ചുള്ള കുറച്ച് ഏർലി ഹൈപ്പോത്തസിസ് വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹിസ് ഏർലി ഹൈപ്പോത്തസിസ് ഓൺ ട്രോമ, കൂടാണ്ട് സെഡക്ഷൻ തിയറി, ഡിഫറൻസസ്, ഇന്നോവേറ്റീവ് അപ്രോച്ച്, അങ്ങനെ ഇതിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ഒരു ന്യൂ റൂട്ടാണ് ട്രോമ തിയറിയിലേക്ക് കടക്കുന്നത്. ഓക്കെ, സോ other than that, with which theories is the term implied reader associated? No doubt വോൾഫ്ഗാങ് ഐസർ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇംപ്ലൈഡ് തിയറി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്, അല്ലെ? സോ വോൾഫ്ഗാങ് ഐസറിന്റെ ആർഗ്യുമെന്റ് ആണ് ടെക്സ്റ്റിൽ ഗ്യാപ്സുകളോ ബ്ലാങ്കുകളോ ഉണ്ടാകുന്നതായിരിക്കും. ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടെൽ എവറിത്തിങ്. A text won't be able to communicate everything. So a reader must fill in these gaps as to build meanings എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഇദ്ദേഹം രണ്ട് ക്ലാസ്സുകളായിട്ട് റീഡറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇംപ്ലൈഡ് റീഡറും ആക്ച്വൽ റീഡറും. എന്തൊക്കെയാണ് ഇംപ്ലൈഡ് റീഡറും? നിങ്ങൾക്കറിയാം, implied reader and actual reader. And implied reader is always in agreement with the text. അപ്പോൾ implied reader ആരുടെ ഒരു സെക്ഷൻ ആണ്? പ്രിപ്പോസിഷൻ ആണ്. വോൾഫ്ഗാങ് ഐസറിന്റെ പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following texts is considered the first example of post-colonial criticism? ഏതാണ് ആദ്യത്തെ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്കൽ വർക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എന്താണ്? ഹാരോൾഡ് ബ്ലൂമിന്റെ എനർജി ഫോർ ദ കാനൻ ആണോ? ജാക്കസ് ലക്കാന്റെ മിറർ സ്റ്റേജ് ആണോ? പിന്നെ ക്ലിയാൻ ബ്രൂക്കിന്റെ കീറ്റ് സിൽവൻ ഹിസ്റ്റോറിയൻ ആണോ? അതോ എഡ്വേർഡ് സെയ്ഡിന്റെ ഓറിയന്റലിസം എന്ന് പറയുന്ന വർക്ക് ആണോ? പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ആണത്, ഒരു ക്വസ്റ്റ്യൻ ആണിത്, സോറി. അപ്പോ ശരി ഉത്തരം ഏതാണ്? 1978 എഡ്വേർഡ് സെയ്ഡ് കമ്പോസ് ചെയ്തിരിക്കുന്ന വർക്കാണ്. 1978 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. സോ ദിസ് വാസ് ആക്ച്വലി എ ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് to describe the best commonly contemptuous depiction of this portrayal of the East. That's the Orient. So societies and people okay in they literally accepted this work, and there were a lot of critics who just went bananas over this. And ഓറിയന്റലിസം എന്ന് പറയുന്ന ഈ പുസ്തകം പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡിയിലെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻറ്റ് പീസ് ഓഫ് വർക്ക് ആയിട്ട് മാറുകയുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഇദ്ദേഹം മറ്റൊരുപാട് വർക്കുകളും ഇദ്ദേഹം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോട്ടീസ് ചെയ്യുക. ആൻഡ് ഒരുപാട് ക്രിറ്റിക്കൽ ആയിട്ടുള്ള റിമാർക്സുകളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഹീസ് ലിറ്ററലി trying to speak what most of the people really wanted to speak for a long time. അപ്പം ആ ഒരു വലിയൊരു ഫീൽഡ് തന്നെ ഇദ്ദേഹം ഓപ്പൺ ആക്കി ത്രൂ ഓറിയന്റലിസം എന്ന് പറയുന്ന വർക്കിലൂടെ. ഹി ആക്ച്വലി talked about a lot of arguments and assumptions on Orientalism, right? So that's all about Orientalism by Edward Said. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓറിയന്റലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റഡ് ബോഡി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്. അതൊരു ക്രിയേറ്റഡ് ബോഡി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. അതായത് where this Western Occidental people are trying to create the images of Orient അല്ലെങ്കിൽ East directed toward those in West. So there will be representations of East as exotic, feminine, weak, vulnerable, and how the Western one is actually treated as massive, masculine, majestic, and all more powerful. അങ്ങനെയുള്ള തരത്തിലുള്ള റെപ്രസെന്റേഷൻസും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് അടിസ്ഥാനപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന്, one archetype in literature is the scapegoat, അല്ലെ?
വിച്ച് ഓഫ് ദിസ് ലിറ്റററി ക്യാരക്ടേഴ്സ് സെർവ്സ് ദാറ്റ് പർപ്പസ്? സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രക്തസാക്ഷി പോലെ, അതായത് ബലിയാട്. യെസ്, ബലിയാടാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ക്യാരക്ടറാണ് ആ ഒരു ഇത് വരുന്നത്, ആ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആരുടെയാണെന്നാണ് ചോദിക്കുന്നത്? ബിലീബഡ്, ഹാംലെറ്റ്, ക്യാപ്റ്റൻ ഐഹാബ്, ആൻഡ് ഒഫീലിയ. ശരി ഉത്തരം ഏതാണ്? ബിലീബഡ് ആണ്. ബിലീബഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിൽ സ്കേപ്പ് ഗോട്ടിന്റെ ഒരു ആർക്കിടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രോപ്പി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇദ്ദേഹം ഇതിലൊരു യങ് സെയിലർ ആണ്. ആൻഡ് ഇദ്ദേഹം നേരിടുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെയാണ് പറയുന്നത്. ബിലീബഡ് ആരുടെ വർക്കാണ്? ഹെർമൻ മെൽവിലിന്റെ വർക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സെയിലർ ആണ്. ആൻഡ് ഇദ്ദേഹം he goes through a lot of adventures just like that of Moby Dick, and he is a sailor. അത് ഞാൻ പറഞ്ഞു. ആൻഡ് അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരിക്കലും ഒരു ബ്രിട്ടീഷ് നേവൽ വാർഷിപ്പിൽ അദ്ദേഹം പോവുകയുണ്ടായി. ഭയങ്കര ഹാൻസം ആൻഡ് ഇന്നസെന്റ് ആണ്. ആൻഡ് ഹിസ് ക്രൂമേറ്റ്സ് അഡ്മയർ ഹിം both for his charismatic presence and his physical beauty. പിന്നെ അതിനുശേഷം അതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ബിലീബഡ് സെയിലർ ആൻഡ് ഇൻസൈഡ് നറേറ്റീവ് എന്നാണ്. ഇതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ബിലീബഡ് എ ഫോർ ടോപ്പ് മാൻ എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, യെസ്. പക്ഷേ ഇവിടെ അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു സെയിലർ ആണ്. പക്ഷേ ഇദ്ദേഹം ആക്സിഡന്റലി അദ്ദേഹത്തിന്റെ ഫാൾസ് അക്യൂസറിനെ ഇദ്ദേഹം കിൽ ചെയ്യുന്നുണ്ട്. ആരാണത്? മാസ്റ്റർ അറ്റ് ആർംസ് ജോൺ ക്ലഗോർത്തിനെ. ഓക്കെ, പക്ഷേ അവിടുത്തെ ഷിപ്പിലെ ക്യാപ്റ്റൻ എഡ്വേർഡ് വരെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ലെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ലോ ഓഫ് മ്യൂട്ടിനി പ്രകാരമായിട്ട് ബില്ലി നീഡ്സ് ടു ബി സെന്റൻസ്ഡ് ആൻഡ് ഹാങ്ഡ് എന്നുള്ളൊരു ആ ഒരു റെസൊല്യൂഷനിലേക്ക് അവർ ഫൈനലി എത്തുന്നുണ്ട്. അത്തരത്തിലൊരു, അപ്പോൾ അദ്ദേഹം അങ്ങനെ ബലിയാടാവുന്ന ഒരു കേസാണ് ബില്ലിബഡിൻ്റെത് വരുന്നത്. ഓക്കെ, അടുത്തത്. In Dryden's essay of dramatic poesy, there are four interlocutors representing four different ideologies, which of them expresses Dryden's own views. Dryden's essay of dramatic poesy യിൽ 4 പ്രധാനപ്പെട്ട ഇന്റർലക്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ ആരാണ് ഡ്രൈഡന്റെ തന്നെ ഒരു ഉദ്ദേശം സെർവ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്? ആരാണ്? നിങ്ങളൊന്ന് ആൻസർ ചെയ്യൂ. എ ലിസിഡിയസ് ആണ്, ബി യൂജിനിയസ് ആണ്, സി നിയാൻഡർ ആണ്, അടുത്തത് ഡി ക്രൈറ്റ്സ് ആണ്. ബേസിക്കലി 4 ക്യാരക്ടേഴ്സ് ഉണ്ട്: യൂജിനിയസ്, ക്രൈറ്റ്സ്, ലിസിഡിയസ്, നിയാൻഡർ. അതിൽ ചാൾസ് ആക്വിലെ ആണ് ഒന്ന്, was a patron of Dryden and poet himself. പിന്നെ സർ റോബർട്ട് ഹോവാർഡ്, ഡ്രൈഡന്റെ പ്രസിഡന്റ്. പിന്നെ സർ ചാൾസ് ആക്ലി, പിന്നെ നിയാൻഡർ ആണ് ഡ്രൈഡൻ ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നിയാൻഡർ ആണ് ഡ്രൈഡന്റെ റെപ്രസെന്റേഷൻ. സോ നിയാൻഡർ ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ തവണ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. The poet might be described as a moral or philosophical critic or arguing that works must have high seriousness. ഏത് പോയറ്റ് ആണ് ഹൈ സീരിയസ്നെസ് കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? You guys can answer it pretty easily. ആരുടെയാണ് ഹൈ സീരിയസ്നെസ് എന്ന് നിങ്ങൾക്കറിയാം ആരുടെയാണെന്നുള്ളത്? T.S. Eliot ആണോ, മാത്യു ആർണോൾഡ് ആണോ, എലിസബത്ത് ബ്രൗണിംഗ് ആണോ, അതോ വിർജീനിയ വൂൾഫ് ആണോ? നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. റൈറ്റ് ആൻസർ ഇസ് ഡെഫിനറ്റ്ലി, വാട്ട്സ് റൈറ്റ് ആൻസർ? മാത്യു ആർണോൾഡ് ആണ് ഹൈ സീരിയസിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലേ? ഈ ഹൈ സീരിയസ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ ആലോചിച്ചാൽ മതി. അദ്ദേഹം ഏത് വർക്കിലാണ് പറയുന്നത്? സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് പറയുന്നത്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹൈ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഗ്രാൻഡിയോസ്നെസ് ഇൻ ദി സ്റ്റൈൽ, അല്ലെങ്കിൽ ദിസ് ഹൈ സ്റ്റൈലിസ്റ്റിക് സബ്ജക്ട് ട്രീറ്റ്മെന്റ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ആണ് ഇവിടെ അദ്ദേഹം ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെറ്റിലും നമ്മൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട്സ് ദ ഒറിജിനൽ മീനിങ് ഓഫ് ദ ടേം ഹമാർഷ്യ? ഹമാർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാജിക് ഫ്ലോ ആണ്, പക്ഷെ അതിന്റെ ഒറിജിനൽ ടേം മീനിങ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം മിസ് ചെയ്തു പോയല്ലോ ഇത്. ടു മിസ് ദ മാർക്ക് എന്നുള്ളതാണ്. ടു മിസ് ദ മാർക്ക് ആണ് അതിന്റെ എക്സാക്ട് മീനിങ്. സോ നമ്മൾ കയറി ട്രാജിക് ഫ്ലോ കൊടുക്കും, ആ ടേമിന്റെ ഒറിജിനൽ മീനിങ് അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ടേമിന്റെ ഒറിജിനൽ മീനിങ് അല്ല, മിസ് ദ മാർക്ക് എന്ന് പറയുന്നതാണ് ആ ടേമിന്റെ ഒറിജിനൽ മീനിങ്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാജിക് ഫ്ലോ എന്നാണ്. Who accused Aristotle of social snobbishness and arrogance? ഇദ്ദേഹം സോഷ്യലി ഒരു സ്നോബിഷ് ആയിട്ടുള്ള ഒരു മാൻ ആണ്, അദ്ദേഹം ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള ഒരു മാൻ ആണെന്ന് ആരാണ് അരിസ്റ്റോട്ടലിനെ ആരാ കുറ്റം പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രതി ആരാണ്? ആർതർ മില്ലർ ആണ്. ഇദ്ദേഹമാണ് ഈ ഒരു മഹാപാതകം ചെയ്തിട്ടുള്ളത്. വില്ലി ലോമൻ അല്ല, ഹെൻറി ജെയിംസ് അല്ല, ഡേവിഡും അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Why does Jean Baudrillard adopt Disneyland as his own sign? എന്തുകൊണ്ടാണ് ജോൺ ബോഡ്രില്യാർഡ് ഡിസ്നിലാൻഡിനെ ഇദ്ദേഹത്തിന്റെ തന്നെ സൈൻ ആയിട്ട്
അഡോപ്റ്റ് ചെയ്തത്. അത് നമ്മൾ മുമ്പത്തെ ക്ലാസ് പറഞ്ഞു. പിന്നെ ആർസ് പോയറ്റിക്ക വാസ് ഗിവൻ ടു ഹൊറസ് എപ്പിസ്റ്റൽ ടു ദ പിസോസ് ബൈ ഹൊറസ്, ക്വിന്റിലിൻ, സിസറോ, വെർജിൽ. അപ്പം ആർസ് പോയറ്റിക്ക എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ അത് ഹൊറസിന്റെ എപ്പിസ്റ്റലിന് was given to Horace epistle to Pisos by whom? ആരാണ് നൽകിയിരിക്കുന്നത്? Quintilian ആണ്. Under the title Ars Poetic, which is also the name assigned to it by Quintilian and used by the commentator Porphyrio. അത് യൂസ് ചെയ്തിരിക്കുന്ന കമന്റേറ്റർ ആരാണ്? Porphyrio ആണ്. So there is this composition which is a letter rather than a formal treatise, and ഹൊറസ് ഇട്ടാൽ നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. സോ ക്വിന്റിലൻ ആണ് ഈ ഒരു നെയിം ആയിട്ടുള്ള ആർസ് പോയറ്റിക്ക എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഹൊറസിന്റെ എപ്പിസ്റ്റൽ ടു പിസോസ് എന്ന് പറയുന്ന വർക്കിന് കൊടുത്തിരിക്കുന്നത്. സോ ക്വിന്റിലൻ ആണ് ആ ക്രെഡിറ്റ് പോകുന്നത്, അല്ലെ? അറിയപ്പെടാത്ത പോരാളി ക്വിന്റിലൻ ആണ് ഇവിടെ വരുന്നത്. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 77th question. With which theorist is the term identity thinking most closely associated? ഏത് തിങ്കറുമായിട്ടാണ്, ഏത് തിയറിസ്റ്റുമായിട്ടാണ് ഐഡന്റിറ്റി തിങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്? അയാളുടെ പേര് പറയൂ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, കാൾ യങ് ആണോ, വില്യം ജെയിംസ് ആണോ, തിയഡോർ അഡോർണോ ആണോ? ആരാണ്? ഡെഫിനറ്റ്ലി തിയഡോർ അഡോർണോ ആണ്. അദ്ദേഹമാണ് ഈ ഐഡന്റിറ്റി തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി യൂസ് ദാറ്റ് ടു talk about that form of thinking, which is the most expressive philosophical manifestation of power and domination. പവറിന്റെയും ഡോമിനേഷന്റെയും വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് ഇദ്ദേഹം ഈ ഐഡന്റിറ്റി തിങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ തിയഡോർ അഡോർണോയാണ് ശരി ഉത്തരം. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Who is the narrator of Franz Scott Fitzgerald novel The Great Gatsby? അതിലെ narrator ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഇറ്റ്സ് എ വെരി ഈസി ടു ആൻസർ ക്വസ്റ്റ്യൻ. ആരാണ് ശരി ഉത്തരം? നിക് കാരവേ അല്ലെ? നിക് കാരവേ ആണ് അതിൽ നറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹം ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം ഒരു വെറ്ററൻ ആണ്, ഒരു ബോൺ സെയിൽസ്മാൻ ആണ് ഫ്രം ദ മിഡ് വെസ്റ്റ്. പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്നു ഇൻ സെർച്ച് ഓഫ് എ ജോബ്. ഓക്കെ, അടുത്തത്. Who coined the phrase lost generation? No doubt you shouldn't stop here. ഒരിക്കലും ഇവിടെ തെറ്റിക്കരുത്. ജെർട്രൂഡ് സ്റ്റെയിൻ അല്ലെ? അവരാണ്. ജെർട്രൂഡ് സ്റ്റെയിൻ ആണ് ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടേം അവർ കോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പോപ്പുലറൈസ് ചെയ്യുന്നത് ആരാണ്? ഏർണസ്റ്റ് ഹെമിംഗ്വേ ആണ്. അദ്ദേഹം തന്റെ 1926 നോവൽ ആയിട്ടുള്ള ദ സൺ ആൾസോ റൈസസ് എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് യു ആർ ഓൾ ലോസ്റ്റ് ജനറേഷൻ. അപ്പൊ ജെർട്രൂഡ് സ്റ്റെയിനിന്റെ ടേം എടുത്തുകൊണ്ട് ഇദ്ദേഹം ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ വർക്കിൽ ദ സൺ ആൾസോ റൈസസ് എന്ന് പറയുന്ന 1926 നോവലിൽ ഒരു എപ്പിഗ്രാഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ബന്ധങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. ആൻഡ് കൂടാണ്ട് വിച്ച് അമേരിക്കൻ റൈറ്റർ വൺ ദ നൊബേൽ പ്രൈസ് ഇൻ 1930? ഏത് അമേരിക്കൻ റൈറ്റർ ആണ് 1930ക്കുള്ള നൊബേൽ പ്രൈസ്? അപ്പം നൊബേൽ പ്രൈസിന്റെ വർഷം ശ്രദ്ധിക്കണം. സിൻക്ലെയർ ലൂയിസ് ആണ്. സോ അദ്ദേഹത്തിന്റെ ആ നോബൽ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് പറയുന്ന കാര്യമുണ്ട്, he was given this Nobel Prize for his vigorous and graphic art of description and his ability to create with wit and humor new types of characters. ഇതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്, ചുമ്മാ കൊടുത്തല്ല എന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് he is very popular because of his remarkable publications. അല്ലെ? ഈ ഒരു അമേരിക്കൻ റൈറ്ററിന്റെ പ്രധാനപ്പെട്ട വർക്ക്സുകളൊക്കെ നിങ്ങൾ ഒരുവിധം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. മെയിൻ സ്ട്രീറ്റ് ഉണ്ട്, കുറച്ച് വെരി ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നതെന്ന് പറയും? മെയിൻ സ്ട്രീറ്റ് വരുന്നുണ്ട്, ബാബിറ്റ് വരുന്നുണ്ട്, ആരോ സ്മിത്ത് വരുന്നുണ്ട്, എൽമർ ഗാൻട്രി, ഡോട്ട്സ് വർത്ത്, കാൻറ്റ് ഹാപ്പൻ ഹിയർ. ഇങ്ങനെയുള്ള തരത്തിലുള്ള കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള വിറ്റും ഇന്റലിജൻസ് ഒക്കെ ഒരുപോലെ, ഹ്യൂമറും എല്ലാം ഒരുപോലെ ആർട്ടിസ്റ്റിക്കലി ടാക്ടിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം അമേരിക്കൻ ക്യാപിറ്റലിസത്തിനെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് നോക്കി കണ്ടിട്ടുള്ള ആളായിരുന്നു. മെറ്റീരിയലിസത്തെയും അതുപോലെ തന്നെ ആ ഇന്റർവാർ പീരീഡിനെയും, ആ ഇന്റർവാർ പീരീഡിൽ ഉണ്ടായിരുന്ന ഈ ഒരു രണ്ട് സാഹചര്യങ്ങളെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലി നോക്കി കണ്ടിട്ടുള്ള ഒരു ആളായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇത്രയും കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്തു. ആൻഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഈക്വലിൽ വരുന്നതായിരിക്കും. Till then, please take care and have a great day ahead, everyone.